യെരുശലേമിൽ ശീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ആമേൻ. അപ്പൊ ശീമോന് കുറവൊന്നുമില്ല. ഹല്ലേലൂയ. ശീമോന്റെ മേലെ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവുള്ളവൻ ആഗ്രഹിച്ചത് തന്റെ ജനത്തിന്റെ ആശ്വാസം, ദൈവജനത്തിന്റെ വിടുതല്, ദൈവജനത്തിന്റെ സന്തോഷം, സ്തോത്രം, ദൈവജനത്തിന് ആശ്വാസം വരണമെന്നാണ് പരിശുദ്ധാത്മ നിറവുള്ളവര് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്തവര് ദുശ്ശാഠ്യമുള്ളവരായി എങ്ങനെയെങ്കിലും ഒന്ന് കാര്യം നടക്കണം എന്ന ആഗ്രഹമുള്ളവരായി തീരരുത്. അവരുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ വിഷയത്തിന് ഒരു വിടുതൽ വേണം, ഞങ്ങൾക്കൊരു അനുഗ്രഹം വേണം, ഞങ്ങളുടെ വിഷയത്തിന് കർത്താവേ പൂർണ്ണമായി തൃപ്തി വരുത്തണം. അങ്ങനെ അവർ പരമാർത്ഥ ഹൃദയമുള്ളവരായി ദൈവത്തെ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കണം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യമൊന്ന് സാധിച്ചാൽ മതി എന്നുള്ള ചിന്തയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ശീമോനെ കുറിച്ച് പറയുമ്പോൾ വയസ്സുള്ള മനുഷ്യനാണ്, പ്രായാധിക്യമുണ്ട്, എങ്കിലും അവൻ കർത്താവിന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഗ്രഹമാണ് തന്റെ മുൻപിൽ നിന്നിരുന്നത്. എനിക്കൊരു കുറവുമില്ല, നീതിമാനാണ്, പരിശുദ്ധാത്മാ നിറവുള്ളവനാണ്, എങ്കിലും തന്റെ സ്വന്തം ഗുണങ്ങളോ സ്വന്തം ആവശ്യങ്ങളോ സ്വന്തം അലട്ടലുകളോ സ്വന്തമായ ആഗ്രഹങ്ങളോ ഒന്നും ദൈവസന്നിധി വയ്ക്കുവാനില്ല. പിന്നെയോ അവേ തനിക്ക് ഒരേ ഒരു ആഗ്രഹം, ജനത്തിന് ആശ്വാസം വരണം, ദൈവജനം വിടുതൽ പ്രാപിക്കണം, ദൈവജനം സന്തോഷിക്കണം, ദൈവജനം എങ്ങനെയും തൃപ്തിപ്പെടണം, അവരുടെ കഷ്ടതയിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കണം, അവർക്ക് നീതി ലഭിക്കണം, അവർ ന്യായമുള്ളവരായിരിക്കണം, വിശുദ്ധി ആഗ്രഹിക്കുന്നവരായിരിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ വ്യക്തികളുടെ ആഗ്രഹം. എന്നാൽ അടുത്ത പോയിന്റിൽ പറയുന്നു എന്ത്? സ്തോത്രം. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. നീതിമാനായ ഈ വ്യക്തിയുടെ ദൈവസന് നല്ല ആശയമുള്ള ഈ വ്യക്തിയുടെ നല്ല പരമാർത്ഥതയുള്ള വ്യക്തിയുടെ മേല് ഒരു വാഗ്ദത്തമുണ്ട്. ഒത്തിരി പേരുടെ മേൽ വാഗ്ദത്തമുണ്ട്. മക്കളെ അനുഗ്രഹിക്കാം, ജോലി അനുഗ്രഹിക്കാം, വഴികൾ ശുഭമാക്കാം, നന്മ ലഭിക്കും. ഉപവാസ പ്രാർത്ഥനകൾ ചെന്നിരിക്കുമ്പോൾ അതെ നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ വിടുവിച്ചിരിക്കുന്നു, നിനക്ക് ഇന്ന വിഷയത്തിൽ വിടുതലുണ്ട്, നിനക്ക് ഇന്ന വിഷയത്തില് ഉടനെ നടക്കും, നിന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ നടക്കും, നിന്റെ ആവശ്യം എന്താ അത് നടക്കും. വാഗ്ദത്തം അതെ ചിലപ്പോൾ വ്യക്തമായി പറഞ്ഞെന്നിരിക്കാം, എന്നാൽ അത് നിറപടിയായി നിവർത്തിക്കുന്നത് എപ്പോഴാണ്? അത് യഥാർത്ഥമായി സംഭവിക്കുന്നത് എപ്പോഴാണ്? പരമാർത്ഥ ഹൃദയമുള്ള ഒരു വ്യക്തി നല്ല ആശയങ്ങളോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ്. വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് പ്രകാരം ചെയ്യുവാൻ, ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇവൻ എന്തുണ്ട്? വാഗ്ദത്തമുണ്ട്, പരിശുദ്ധാത്മ നിറവുണ്ട്, ജനത്തിനു വേണ്ടി നന്മയെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നു അവൻ ആത്മനിയോഗമുള്ളവനാ. പരിശുദ്ധാത്മ നിറമുള്ള വ്യക്തി ഒരു സ്ഥാനത്ത് കടന്നു ചെല്ലണമെങ്കിൽ, ഒരു പ്രാർത്ഥന നടത്തണമെങ്കിൽ ദൈവത്തിന്റെ നിയോഗം കൂടാതെ അവൻ ചെയ്യത്തില്ല. സ്വന്തം ഇഷ്ടത്തിൽ അവൻ ഒന്നും ചെയ്യത്തില്ല. പിന്നെ പരിശുദ്ധാത്മ നിറവ്
ചിലവാക്കുവാനല്ല, യേശുവേ, അർഹതയില്ലാത്തടത്ത് ചിലവഴിക്കുവാനല്ല. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് ചില സ്ഥാനത്ത് പള്ളിയിൽ പോലും ചെന്ന് പറഞ്ഞിട്ടുണ്ട്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നൊഴിഞ്ഞു പോകുവാൻ. ഹല്ലേലൂയ, ആമേൻ. ചില സ്ഥാനത്ത് കർത്താവ് പറയുന്നു, മൂഢന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും. ചില സ്ഥാനത്ത് കർത്താവ് പറയുന്നുണ്ട്, അടയാളം കണ്ടതുകൊണ്ടല്ലാതെ യേശുവേ, ഈ ജനം വിശ്വസിക്കുകയില്ല. ആമേ. അപ്പോൾ ആമേ, അത്ഭുതം അടയാളവും തിരയുന്ന ജനം, ആമേ, സർപ്പത്തിന് തുല്യമായ കോപമുള്ളവരും, ആമേ, കയ്പുള്ള വിഷം, ആമേ, ചീറ്റുന്നവരുമായ ജനത്തിനു വേണ്ടി നിയോഗം, ദൈവത്തിൽ നിന്നുള്ള നിയോഗം കിട്ടത്തില്ല. യേശുവേ, ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പിന്നെ നിയോഗം ആർക്കാണ്? ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാ നിറവുള്ളവൻ, ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവകൃപ അനുഭവിക്കുന്ന, ആമേൻ, ദൈവശക്തിക്ക് വേണ്ടി ദാഹിക്കുന്ന, യേശുവേ, ആമേൻ, ദൈവസന്നിധി പരമാർത്ഥതയോടെ നിൽക്കുന്ന, ഓ, ഹല്ലേലൂയ, ആമേൻ, ദൈവസന്നിധിയിൽ, ആമേൻ, ഹല്ലേലൂയ, ആത്മാർത്ഥ ഹൃദയത്തോടെ നിലവിളിക്കുന്നവരുടെ മുമ്പിലാണ് യേശുവേ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിയോഗം പ്രാപിച്ച ഈ പുരുഷൻ, ആമേൻ, അവൻ ചെന്നത് ആലയത്തിലേക്കാ. യേശുവേ, ആമേൻ. നിയോഗം എന്തിനായിരുന്നു? ആമേൻ, തന്റെ വാഗ്ദത്തം വേഗത്തിൽ കയ്യിൽ കിട്ടാനായിരുന്നില്ല താൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഓ, ഹല്ലേലൂയ, ആമേൻ. ആത്മനിയോഗം പ്രാപിച്ചവൻ ആത്മാവിൽ വെളിപ്പെട്ട സത്യം കയ്യിലെടുക്കുകയാണ്. യേശുവേ, എന്താണ് ആ വാക്യത്തിൽ പറയുന്നത്? സ്തോത്രം. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ആമേൻ. യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, ആമേൻ, ആമേൻ, സമാധാനത്തോടെ നീ എന്നെ വിട്ട് അയച്ചിരിക്കുന്നു. ആമേൻ. യേശുവിനെ കൈ കിട്ടിയപ്പോ ശീമോന് സമാധാനമായി. ആമേൻ, അവേ ഇന്ന് ഭൂമിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ, സമ്പന്നന്മാരോ, ആമേ, സമൃദ്ധിയുള്ളവരും, ആമേ, ഹല്ലേലൂയ, ഇഹലോകത്തിനു വേണ്ടി ജീവിച്ച് മരിക്കുന്നവർക്കും ആശയം എന്നതാണ് അവരുടെ കയ്യിൽ, ആമേ, അവരുടെ കയ്യിലിരുന്ന ഈ സമ്പത്തുകള്, നന്മകള്, സന്തോഷങ്ങള്, ഈ അനുഭവങ്ങള്, മക്കളുടെ സുഖദുഃഖങ്ങള്, ഇതൊക്കെ എന്റെ കയ്യിൽ വീണ്ടും ഇരിക്കണം. അല്ലെങ്കിൽ എന്റെ തലമുറ അത് വെച്ച് വാഴണം, എന്റെ തലമുറ സുഖിക്കണം, എന്റെ തലമുറ അതിൽ പുളയ്ക്കണം, അവരതിൽ പതിച്ചു പോകണം. ആമേ. അത് ഇഹലോകത്തിന്റെ ജനത്തിന്റെ ശ്രദ്ധയാണ്. എന്നാൽ ശീമോൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മ നിറവുള്ള ദൈവഭക്തന്റെ ആഗ്രഹം, ഇപ്പോൾ നാഥാ ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഓ, ഹല്ലേലൂയ, ആമേ, ആമേ, നിന്റെ പുത്രനായ യേശു എന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, എന്നെ നീ സമാധാനത്തോടെ വിട്ടയക്കണമേ. ആമേൻ, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഭൂമിയിലെ, ആമേ, തൃപ്തിപ്പെടുത്താത്ത അനുഭവങ്ങൾക്ക് വേണ്ടി നിന്റെ ഹൃദയം ജാഗരിച്ച് മുമ്പോട്ട് പോവുകയല്ല വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നിറവിനായുള്ള ദാഹവും പരമാർത്ഥതയുള്ള മനസ്സും, ആമേ, ഇഹലോകത്തിലെ സന്തോഷ ദുഃഖങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവനെ അർപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല നിന്നെ ഇറക്കി കൊടുക്കേണ്ടത്. പിന്നെയോ, ആമേ, ഹല്ലേലൂയ, വാസവുമായി ദൈവമേ നിന്റെ കൃപ എന്റെ മേൽ വരേണ്ടത് ആവശ്യം. എന്നെ സന്തോഷത്തോടെ ഭൂതലത്തിൽ നിന്ന് മാറ്റണമേ. കാരണം ഞാൻ കാണേണ്ടത്, ആശിച്ചത്, ആഗ്രഹിച്ചത്, വിശ്വസിച്ചത്, വാഗ്ദത്തം പ്രാപിച്ചത് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഇഹലോകത്തിലെ നന്മകൾക്കുള്ള വാഗ്ദത്തമല്ല നിന്നെ പ്രസാദിപ്പിക്കേണ്ടത്. ഇഹലോകത്തിലെ ആശയങ്ങളുടെ ഉയർച്ചയ്ക്കല്ല നിന്നെ അവയെ നടത്തേണ്ടത്. ഒരു പരമാർത്ഥത ദൈവസന്നിധി നിനക്കുണ്ടാകട്ടെ. അവേ, ഒരു പരമാർത്ഥമായ മനസ്സ് ദൈവത്തിലേക്ക് നിനക്ക് വരട്ടെ. അവിടെ ദൈവത്തിന്റെ തൃപ്തി എന്നെ കുറിച്ച് എന്താണ്? ദൈവത്തിന്റെ വിഷയം എന്നെ കുറിച്ച് എന്താണ്? അവേ, പലപ്പോഴും കെട്ടപ്പെട്ട് തൃപ്തിയില്ലാതെ അനുഭവങ്ങൾ പാളിച്ചയും, അവേ, സന്തോഷങ്ങൾ തടഞ്ഞു, അവേ, പലവിധ ബുദ്ധിമുട്ടുകളില്, പരാജയങ്ങളില്, കഷ്ടത്തില്, വേദനകളില്, സങ്കടങ്ങളില്, ഏകാന്തതയില്, അനാഥത്വത്തില്, ഒറ്റപ്പെടലുകളില്, അവേ, ഏതുവിധേയം ചാടി ഓരോ കാര്യം ചെയ്യുമ്പോ അതിനൊക്കെയും തടസ്സങ്ങളും തകർച്ചകളും വന്ന് ആമേ ജനം ആമേ വേദനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ഓ നീ ഇഹലോകത്തിൽ ദൈവത്തിനായി അല്പസമയത്തേക്ക് നിന്നെ ഒന്ന് വേർതിരിക്കുക.
ശരിയാ. അതിനേക്കാൾ ഉപരി കർത്താവേ, നിന്നെ പൂർണ്ണമായി അറിയുവാൻ എന്നെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ, നിന്റെ കൃപ എന്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുവാൻ. കർത്താവേ, നിന്റെ കൃപ എന്റെ മേലൊന്ന് വ്യാപരിക്കണം, നിന്റെ ശക്തി എന്റെ മേലൊന്ന് വ്യാപരിക്കണം, നിന്റെ നന്മ ഞാനൊന്ന് അനുഭവിക്കണം കർത്താവേ. അതിനുള്ള ഒരു ഒരുക്കം എനിക്ക് തരണമേ. നിന്റെ ശക്തി എന്റെ മേലൊന്ന് വരണം കർത്താവേ. ഒരു നിയോഗം എനിക്ക് തരണമേ. ഞാൻ അടുത്ത നിമിഷം എന്ത് ചെയ്യണം, ഞാൻ എന്ത് ആഗ്രഹിക്കണം, ഞാൻ എന്തിനു പ്രവർത്തിക്കണം, ഞാൻ ഏതിനോട് അടുക്കണം, ഏത് അനുഭവത്തിൽ ഞാൻ ചുവട് വയ്ക്കണം, ഏത് അവസ്ഥയ്ക്കാണ് ഞാൻ ആഗ്രഹിക്കണം. ആമേ, ഏത് അനുഭവം എന്റെ മടിയിൽ വരുവാൻ ഞാൻ ആമേൻ ഇച്ഛിക്കണം. കർത്താവേ, എനിക്കതിനായി ഒരു നിയോഗം തരണമേ. ഒരു നിയോഗത്തിനായി നിനക്ക് പ്രാർത്ഥിക്കാമോ? ആത്മനിയോഗമുള്ളവന്റെ പ്രാർത്ഥന കണ്ടോ? പരിശുദ്ധാന നിറമുള്ളവന്റെ പ്രാർത്ഥന കണ്ടോ? ദൈവഭയമുള്ളവന്റെ പ്രാർത്ഥന കണ്ടോ? ഹല്ലേലൂയ. അവന്റെ മേൽ വാഗ്ദത്തമുണ്ട്. ശിശുവിനെ കയ്യിൽ കിട്ടുമെന്ന്. അത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്കിനി മറ്റൊന്നും വേണ്ട കർത്താവേ, സമാധാനത്തോടെ എന്നെ വിട്ടയക്കണം. അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? സ്തോത്രം. ആമേൻ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുന്നിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. സകല ജാതികളുടെയും മുമ്പിൽ വെളിപ്പെടുവാനുള്ള ക്രിസ്തുവിനെ, സകലർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ ജാതികളുടെ മുമ്പിൽ ഉയർത്തേണ്ടവനെ ഉയർത്തണം എന്നുള്ള ചിന്തയെ എല്ലാ കാലത്തിലും എല്ലാ വിഷയത്തിലും എല്ലാ അനുഭവത്തിന്റെയും മുമ്പിൽ നിന്റെ ഹൃദയത്തിലൊന്നും ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചുമടുക്കും, യേശുവിന്റെ രക്തത്താൽ ചുമടുക്കും. വ്യർത്ഥബുദ്ധികളെ പോലെ ഓടിപ്പോകാം. കർത്താവേ, നിന്റെ രക്ഷ സകല ജാതികളും ഒന്ന് അറിയണം. നിന്റെ നാമം സകല ജാതികൾക്കൊന്ന് വെളിപ്പെടണം. ആമേൻ. നിന്റെ ഹിതം, നിന്റെ വചനം, നിന്റെ സത്യം, നിന്റെ ഇഷ്ടം, ആമേൻ കർത്താവേ, സകലർക്കും ഒന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം ആമേ കർത്താവേ, അതിന് ആമേ എന്നെയും നീ ഉപയോഗിക്കണമേ. അതിനായി നീ ക്രിസ്തീയ വേഷം ധരിച്ചിട്ട്, നീ ക്രിസ്ത്യാനിയായിട്ട്, ആമേ നീ വിശ്വാസിയായിട്ട്, ആമേ നീ വിശ്വസിക്കുന്ന ആമേ യേശുവിന് വേണ്ടി നിന്നെ കൊടുത്തു, നിന്റെ ജീവനെ അതിനായി സമർപ്പിച്ചു. അവന്റെ ഹിതത്തിനും അവന്റെ ആലോചനയ്ക്കുമായി ആമേ നിന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ഒരു വ്യക്തിയോട് യേശുവിനെ ഉയർത്തുവാൻ നിന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ? അതെ, നീ വിശ്വാസിയാണ്. ദൈവ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മൾ ദൈവവുമായി കൈകൊടുത്തത്. അവന്റെ ന്യായപ്രമാണം ഹല്ലേലൂയ ആചരിച്ച് ക്രിസ്തീയ വേഷമിട്ടത് അതിനു വേണ്ടിയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം അതിനൊരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. കർത്താവേ, നിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരാതെ വിശുദ്ധമായി ഇത് ചിന്തിച്ചുകൊണ്ട് കർത്താവേ, ഞാൻ ചുവട് വയ്ക്കുവാൻ ഒരു നിയോഗം എനിക്ക് തരണമേ. ആത്മാർത്ഥതയുള്ള ഒരു ഭക്തനാക്കി എന്നെ മാറ്റണമേ. പരമാർത്ഥ ഹൃദയമുള്ള ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ. എങ്കിൽ എന്നെ ചുറ്റി വളയുന്ന അന്ധകാരം മാറിപ്പോകുമല്ലോ. ഇരുട്ടും അന്ധതമസ് എന്റെ കുടുംബത്തെ വേട്ടയാടുന്നത് മാറിപ്പോകുമല്ലോ. കർത്താവേ, മുൻപേ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടെ സകലവും തരാമെന്നുള്ള നിന്റെ വാക്ക് നിറവേറുമല്ലോ. കർത്താവേ, നിനക്ക് വേണ്ടി എനിക്ക് കരുതുവാൻ സാധിക്കുന്നില്ല, നിനക്ക് വേണ്ടി എനിക്ക് നിൽക്കുവാൻ സാധിക്കുന്നില്ല, നിന്റെ വാക്ക് എനിക്ക് വെളിപ്പെടുത്തുവാൻ പറ്റുന്നില്ല, നിന്റെ നാമത്തെ എനിക്ക് ഉയർത്തുവാൻ പറ്റുന്നില്ല. ഞാൻ സ്വാർത്ഥനാണ് കർത്താവേ, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഓടുന്ന വ്യക്തിയാ. ആമേ, ഇഹലോകത്തിന്റെ അനുഭവങ്ങൾ ആമേ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാ. എന്നാൽ ഇത് സകലവും തരും നീ. എന്നാൽ നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇഹലോകത്തിലേക്കല്ല കർത്താവേ, വരുവാനുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി ആമേ ചിലരെ കൂടി ഒരുക്കിയെടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണേ. അതിനായി നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, നീ സഹായിക്കണം. ഈ വചനത്താൽ ദൈവമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.